നമസ്കാരം. ഇടുക്കി ജില്ലയിലെ പുറ്റടി എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സമരം നടന്നിരുന്നു. ഏകദേശം 1500ഓളം പേർ പങ്കെടുത്ത ഒരു രാപ്പകൽ സമരം. അവരുടെ ആവശ്യം ഇത്രയേ ഉണ്ടായിരുന്നു: പുറ്റടിയിലുള്ള ഒരു CHSയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കുക, അതിനൊപ്പം തന്നെ രാത്രി സേവനങ്ങൾക്കായി ഒരു കാഷ്വാലിറ്റി, അവിടെ നിത്യ സേവകനായി ഒരു ഡോക്ടറെയും നിയമിക്കുക എന്നതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ സമരം നമ്മുടെ കേരളത്തിലെ ആരോഗ്യ രംഗത്തോട്, അതുപോലെ നമ്മുടെ സർക്കാർ ആശുപത്രികളോടൊക്കെ ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിനൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ വയ്ക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുമുണ്ട്. എന്തായാലും ഈ ഒരു ആശുപത്രി രൂപീകൃതമായ കാലം മുതൽ ഇവിടുത്തെ ആളുകൾ ഇതിൻ്റെ ഒരു അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സമരം ചെയ്യുന്നത് പതിവ് കാഴ്ചയുമാണ്. ചെറുതും വലുതുമായ നിരവധി സമരങ്ങൾ നടന്നിട്ടുമുണ്ട്. അക്കാലത്തൊക്കെ ഇവിടെ എത്തുന്ന ജനപ്രതിനിധികൾ, MP ആണെങ്കിലും MLA ആണെങ്കിലും, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി കുറച്ച് ബിൽഡിങ്ങുകൾ അവിടെയും ഇവിടെ ഉയർത്തുകയും, കുറച്ച് കസേരകൾ വാങ്ങിയിടുകയും, കുറച്ച് കട്ടിലുകൾ വാങ്ങിയിടുകയും, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളെ കൊണ്ടൊക്കെ കുറച്ച് കുടിവെള്ള പദ്ധതികളൊക്കെ അറേഞ്ച് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്ത് അതൊരു വികസനമായി ഉയർത്തിക്കാട്ടി അവരടുത്ത പരിപാടി നോക്കി അടുത്ത മണ്ഡലത്തിലേക്ക് പോവുകയും ചെയ്യും. ഏകദേശം 18ഓളം വാർഡുകളുള്ള വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ വലിയൊരു ജനസംഖ്യ തന്നെ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രധാന ആശ്രയ കേന്ദ്രം ഈ പുറ്റടി CHS ആണ്. ഏറ്റവും അധികം OPകളുള്ള ഒരു ആശുപത്രി കൂടിയുമാണത്. എങ്കിലും ഇവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്നത് എക്കാലത്തെയും ഒരു പരാതിയാണ്. അതിനൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു രോഗിക്ക് രാത്രി ഒരു സേവനം ആവശ്യമായി വന്നാൽ, ഇപ്പോൾ ഒരാൾക്ക് അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഫിക്സ് വന്നു, നേരെ പുറ്റടി CHSയിലെത്തുന്ന രോഗികൾ അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനോട് ഇവിടുത്തെ സ്റ്റാഫുകൾ, നഴ്സുമാരൊക്കെ കൈമറത്തും, ഇവിടെ ഡോക്ടർമാരില്ല, എന്ത് ചെയ്യാൻ പറ്റും? ക്വാർട്ടേഴ്സിൽ ആരെങ്കിലും ഉണ്ടോ? ക്വാർട്ടേഴ്സിൽ തന്നെ കാട് പിടിച്ച് അത് ചെതലരിച്ച് കിടക്കുന്നു, അവിടെ ഒരു മനുഷ്യൻ പോലുമില്ല. പിന്നെ ഇവിടുത്തെ ഒരു ഏക ആശ്രയം എന്ന് പറയുന്നത് ഏകദേശം 20 മിനിറ്റ് യാത്ര ചെയ്ത് കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലേക്ക് എത്തുക എന്നുള്ളതാണ്. മിക്കവരും സ്വന്തമായി വാഹനമൊക്കെ ഉള്ളവർ ഡ്രൈവ് ചെയ്തും അല്ലെങ്കിൽ ഡ്രൈവറെ വെച്ചുമൊക്കെ പോകും. അല്ലാത്തവരൊക്കെ ഒരു ടാക്സി കിട്ടാൻ വേണ്ടി, കാരണം വെളുപ്പിനെയൊക്കെ ആണെങ്കിലും ഈ അർദ്ധരാത്രിയിലൊക്കെയാണ് ഒരു ടാക്സി കിട്ടുക, അല്ലെങ്കിൽ ഒരു ആരെങ്കിലും ഒരു സഹായത്തിന് കിട്ടുക, വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇവിടെ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ, ഒരു കാഷ്വാലിറ്റി സംവിധാനമുണ്ടെങ്കിൽ, ഒരു അടിയന്തര സഹായമായി ഒരു എന്തെങ്കിലുമൊക്കെ രോഗിക്ക് നൽകി ഒരു ആംബുലൻസ് സൗകര്യം കൂടി അവിടെ ഉണ്ടെങ്കിൽ ആ രോഗി എത്രയും പെട്ടെന്ന് അടുത്ത ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഇവിടെ വേണ്ടതുമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ സമരം നടന്നത്. ഇനി ഇവിടെ ഒരു ഡോക്ടറെ രാത്രി നിയമിക്കാം എന്ന് ഈ ഒരു സമരമൊക്കെ കണ്ടങ്ങ് തീരുമാനിക്കുകയാണെങ്കിൽ പോലും വരുന്ന ഡോക്ടർ വെള്ളം കുടിച്ചു പോകും. കാരണം ഒരു കൃത്യമായ കാഷ്വാലിറ്റി സംവിധാനം ഈ ഹോസ്പിറ്റലിൽ ഇല്ല. അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്, നിങ്ങൾ ചുമ്മാതെ പറ്റുവാണെങ്കിൽ ഈ കേരളത്തിലുള്ള സർക്കാർ ആശുപത്രി വഴി, ഇതുപോലുള്ള PHS വഴിയും CHS വഴിയും റൂറൽ ഏരിയ വഴിയൊക്കെ ഒന്ന് യാത്ര ചെയ്ത് നോക്കിയാൽ മതി. അവിടുത്തെ പല മേഖലകളിലും നമ്മൾ കാണുമ്പോൾ ഒരു ഡോക്ടർക്ക് ഇരിക്കാനായി ഒരു ചെറിയ ക്യാബിൻ കാണും, ഒരു പെട്ടി റൂം എന്നൊക്കെ പറയുന്ന ഒരു സാധനം. അവിടെ കൃത്യമായ ഒരു വായു സഞ്ചാരം പോലും കാണില്ല, ഒരു നല്ല ഫാൻ കാണില്ല, ഒരു എക്സോസ്റ്റഡ് ഫാൻ കാണില്ല, ഒന്നും കാണില്ല. ചിലപ്പോൾ കറണ്ട് കട്ടാണെങ്കിൽ വൈദ്യുതി പോലും നേരാൻ മണം കിട്ടിയെന്ന് വരില്ല. അങ്ങനത്തെ ഒരു ഗുഡ്സ് റൂമിനകത്താണ് ഡോക്ടർ ഇരിക്കുന്നത്. അത് ഒരു ഡോക്ടർ ആയിരിക്കില്ല, 2, 3, 4 ഡോക്ടർമാർ കാണും. ആ ഡോക്ടർമാർ തന്നെ പലപ്പോഴും ഈ നിർബന്ധിത സേവനത്തിന് വരുന്നവരാണ്. ആ ഡോക്ടർമാരുടെ അടുത്തേക്ക് വലിയ ഒരു ക്യൂ പേഷ്യൻസിൻ്റെ കടന്നു വരും. അതിന് നല്ലൊരു ശതമാനം ആളുകൾ ഈ റൂമിൽ തന്നെ ഇടിച്ചു കൂടി നിൽക്കും. കുറേ പേര് ഒരു തക്കം കിട്ടുമ്പോൾ ഡോക്ടർ അടുത്തിരിക്കുന്ന കസേരയിലേക്ക് ചാടി വീഴും, അവിടെ പോയിരുന്ന് കാര്യങ്ങളൊക്കെ പറയും. ഡോക്ടർ പകുതി കേൾക്കും, പകുതി കേട്ടില്ല എന്ന് പറയും. കാരണം ഇത് എത്ര പേരാണ് ഇങ്ങനെ അവിടെ ഇവിടെ ഇരുന്നെല്ലാം പറയുന്നത്. ഡോക്ടർ അതൊക്കെ കേൾക്കും. ഡോക്ടർക്ക് ആദ്യം ചെയ്ത് കുട്ടികളെയൊക്കെ ആയിട്ടാണ് ചെല്ലുന്നെങ്കിൽ ഡോക്ടർ പറയും, അപ്പുറത്തെ റൂമിൽ പോയി ഒന്ന് പനി നോക്കണം. അതായത് ഒരു ഹോസ്പിറ്റലിലും അഡ്വാൻസ് പനി നോക്കാനുള്ള ഒരു സംവിധാനമോ അതിനുള്ള ഒരു ഫെസിലിറ്റി ഒന്നും. കാരണം ഇന്ന് ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു ടെമ്പറേച്ചർ നോക്കേണ്ട ഒരു സാഹചര്യം ഈ കൊറോണയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എല്ലാ ഹോസ്പിറ്റലും അർജൻറ്റാണ്. പക്ഷേ അത് പല സർക്കാർ ആശുപത്രിയിലും കാണാനേ ഇല്ല. പിന്നെ നമ്മൾ അവിടെ പോയി ഒരു കൊച്ചിനെയൊക്കെ കൊണ്ടുപോയി അല്ലെങ്കിൽ ആരെങ്കിലും പോയി പനിയൊക്കെ നോക്കിയിട്ട് തിരിച്ച് വീണ്ടും ഒരു ക്യൂ ഒക്കെ നിന്ന് വന്നു കഴിയുമ്പോൾ ഡോക്ടർ എല്ലാം നോക്കും, കുറച്ച് ടെസ്റ്റുകൾ കരുതും, ബ്ലഡ് ടെസ്റ്റുകൾ, കുറച്ച് അത് അങ്ങനെ അതൊക്കെ എടുത്ത് ഇത് പുറത്തുള്ള ലാബിലും അകത്തുള്ള ലാബിൽ നിന്നൊക്കെ ആ ടെസ്റ്റുകളൊക്കെ എടുത്ത് രോഗി വീണ്ടും ഡോക്ടറെ കാണാനായി ചെല്ലുമ്പോൾ മിക്കവാറും ഈ മോർണിംഗ് OP തീരും. പിന്നെയുള്ളത് ഈവനിങ് OP ആണ്. വേറെ ചിലപ്പോൾ അവിടെ ഒരു ഫുഡിൻ്റെ ഒരു സമയം, ലഞ്ച് ടൈം, ഓക്കെ, അവിടെ വെയിറ്റ് ചെയ്യുക. ഈ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കയിടത്തും ഒന്ന് ഇരിക്കാനുള്ളൊരു നല്ല കസേര പോലും രോഗിക്കാണില്ല. എവിടെയെങ്കിലും തറയലോ അല്ലെങ്കിൽ അവിടെയുള്ള മരച്ചോട്ടിലോ ഒക്കെ ഇരുന്ന് ആ ഒരു സമയം കളഞ്ഞിട്ട് പിന്നെ നേരെ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ രാവിലെ കണ്ട ഡോക്ടറായിരിക്കും, ഉച്ചയ്ക്ക് വേറൊരു ഡോക്ടറായിരിക്കും. ആ ഡോക്ടർ പിന്നെ ഒന്നുകൂടെ കാര്യങ്ങളൊക്കെ പഠിച്ച് ചിലപ്പോൾ ആ ഡോക്ടർ ഒരു ടെസ്റ്റ് കൂടെ എഴുതാൻ പറയും. ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ടെസ്റ്റ് കൂടെ ഒക്കെ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അവർ
ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതും, കുറച്ച് മെഡിസിനുകൾ എഴുതും, ഇവിടുത്തെ ഫാർമസിയിൽ നിന്ന് മേടിച്ചോളാൻ പറയും. ഇത് രസം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന മിക്ക ഡോക്ടർമാർക്കും ഈ ഫാർമസിയിൽ ഏതൊക്കെ മരുന്നുണ്ട് ഏതൊക്കെ ഇല്ല എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയില്ല. നമ്മൾ ഈ ഫാർമസിയിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ, ഞങ്ങളുടെ ഈ പുറ്റടി CHSയുടെ ഫാർമസിയുടെ അങ്ങോട്ട് ഇതിനെക്കുറിച്ചാണല്ലോ പറയുന്നത്, അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര വികസനമാണ്. നമ്മൾ ഈ ബിവറേജ് കോർപ്പറേഷൻ്റെ ഒക്കെ അങ്ങോട്ട് ക്യൂ നിൽക്കാൻ വേണ്ടി ഇങ്ങനെ ഈ നമ്മൾ ഈ മൃഗാശുപത്രിയിലൊക്കെ പശുക്കളെ കൊണ്ട് നിർത്തുന്ന ഒരു തരം ഇങ്ങനെ കമ്പി വേലികളുണ്ട്, അതുപോലെ ഇങ്ങനെ ക്യൂ നിൽക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കുക. അതാണ് അവിടുത്തെ വികസനം, കുറേ നാളുകളായിട്ടുള്ള വികസനം. നമ്മൾ അതിനിടെ വഴി ഇങ്ങനെ പുഴു പോകുന്ന പോലെ നുഴഞ്ഞ് അവിടെ നല്ലൊരു ക്യൂ ഉണ്ട്. അത് ചെന്ന് ഫാർമസിയുടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ ഈ ചീട്ട് മേടിക്കുന്നു, ഏതെങ്കിലും മരുന്നുകൾ ഉണ്ടോ എന്ന് നോക്കുന്നു. പലപ്പോഴും ഈ എഴുതിയിരിക്കുന്ന പല മരുന്നുകളും കാണില്ല. ഒരു ദിവസം ഡോക്ടറെ കാണാൻ വേണ്ടി ക്യൂ നിന്ന് ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ടാണെന്ന് ഓർക്കണം ഈ ഒരു സംവിധാനം നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. പുറത്ത് ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കോളാൻ അവിടെ നിന്ന് ഓർഡർ വരും. ഇത് പുറ്റടി CHSയുടെ മാത്രം ഒരു അവസ്ഥയല്ല. എനിക്ക് തോന്നുന്നത് മിക്ക CHSകളും PHSകളും അങ്ങനെ സർക്കാർ ആശുപത്രികൾ എല്ലാം നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധിയാണ്. ഇതുപോലുള്ള റൂറൽ ഏരിയയിൽ, ഞങ്ങളുടെ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള മെഡിക്കൽ കോളേജുകളും ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ്. മെഡിക്കൽ കോളേജ് എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞ് കുറേയധികം സമയം ക്യൂ നിന്ന് ഒരു ചീട്ടെടുത്ത് ക്കുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോൾ അയാൾ പറയും ആ ഡോക്ടർ ഇന്ന് ലീവാണ്. എന്നാൽ എന്തെങ്കിലും ആട്ടെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ആരെങ്കിലും കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ജൂനിയർ ഡോക്ടർമാരോ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒന്നോ രണ്ടോ ഡോക്ടർമാരോ ഒന്നും കാണില്ല, ആകെ ഒരു ഡോക്ടറെ കാണുള്ളൂ, അയാളാണ് ഇന്ന് ലീവെന്ന് പറയും. അതാണ് ഇവിടുത്തെ മെഡിക്കൽ കോളേജ്. അതായത് സാധാരണ ഒരു സർക്കാർ ആശുപത്രിയുടെ നിലവാരമേ ഇവിടുത്തെ മെഡിക്കൽ കോളേജിനുമുള്ളൂ. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ കാരിദാസ് ഹോസ്പിറ്റലോ ഈ അമൃത ഹോസ്പിറ്റലോ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ തന്നെ, ഇപ്പം പീഡിയാട്രിക്കിൽ തന്നെ എത്ര ഡോക്ടർമാർ കാണും, അവരുടെ ജൂനിയർ ഡോക്ടർമാർ കാണും, അതുപോലെ ഓർത്തോയിൽ കാണും, ENTയിൽ കാണും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കാണും. പക്ഷേ ഇടുക്കി മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറുകിട സ്ഥലങ്ങളിലോ ഒന്നും കാണില്ല. ശരിക്കും നമുക്കറിയാം നമ്മുടെയൊക്കെ ആരോഗ്യ മേഖല അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളുടെയും ഓരോ നാടിൻ്റെ ആണെങ്കിലും ആരോഗ്യ മേഖല ഹോസ്പിറ്റലുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം അവിടെ എല്ലാ ഹോസ്പിറ്റലും ആധുനികവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സും ഏറ്റവും അഡ്വാൻസ്ഡ് ആണ് എല്ലാ ഹോസ്പിറ്റലുകളിലും ഉപയോഗിക്കുന്നത്. ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ഒരു സാധനം സർക്കാർ ഹോസ്പിറ്റൽ വഴി ജനങ്ങൾക്ക് നൽകണോടാവേ എന്ന് ചിന്തിച്ചാൽ നമ്മൾ ഒരു കാര്യം ഓർക്കുക, നമ്മൾ വാങ്ങുന്ന ഒരു കോണകത്തിന് വരെ നമ്മൾ ഇന്ന് ടാക്സ് അടയ്ക്കുന്നുണ്ട്. എല്ലാ തരത്തിലും നികുതി സർക്കാരിന് നൽകിക്കൊണ്ടിരിക്കുന്നു. പെട്രോൾ വാങ്ങുന്നതിന് കേരള സർക്കാരും കേന്ദ്ര സർക്കാരിനും നമ്മൾ എടുക്കുന്നുണ്ട്. GST CST അങ്ങനെ ഏതെല്ലാം തരത്തിൽ നമ്മൾ ടാക്സ് അടയ്ക്കുന്നു. ഇതെല്ലാം സർക്കാർ വാങ്ങിക്കൂട്ടുന്നത് സർക്കാർ ഖജനാവിലേക്കാണ്, ജനങ്ങളുടെ വികസനത്തിനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് വാങ്ങുന്നത്. എന്താണ് നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് കിട്ടുന്ന വികസനം? നമ്മുടെ സർക്കാർ ആശുപത്രികൾ ഒരു 10-50 വർഷം മുൻപ് ആരംഭിച്ചതുപോലെ തന്നെയാണ് ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുറ്റടിയിൽ നടന്ന 1500 പേർ പങ്കെടുത്ത ആ രാപ്പകൽ സമരം ശരിക്കും പറഞ്ഞാൽ അത് വലിയ ശ്രദ്ധയൊന്നും നേടിയ ഒരു സമരമോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു നാളെ അധികാരികൾ ഇവിടെ വന്ന് ഒരു ജനങ്ങൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി നൽകുമെന്നോ ഈ ഹോസ്പിറ്റലിൽ വലിയ വികസനം ഉണ്ടാക്കി നൽകുമെന്നോ ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാക്കി മാറ്റുമെന്നോ ഒന്നും ആർക്കും ഒരു പ്രതീക്ഷയും അല്ലെങ്കിൽ ഈ സമരം നടത്തിയവർ തന്നെ ഇപ്പോൾ ആ പഴയ ആർജവമൊന്നും കാണണമെന്നുമില്ല. കാരണം അവർക്ക് തന്നെ അറിയാം ഇതൊക്കെ എത്ര കാലം എത്രയോ സമരങ്ങൾ എത്രയോ പ്രതിഷേധങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നു. അതിനൊക്കെ പുല്ലുവിലയെ പലപ്പോഴും സർക്കാരും മന്ത്രിമാരും അധികാരികളുമൊക്കെ നൽകാറുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ സമരവും കുറച്ച് നാളുകളൊക്കെ ചർച്ച ചെയ്യപ്പെടും, പിന്നീട് മൂടപ്പെട്ടു. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ഡോക്ടർമാരെയൊക്കെ കൊണ്ടിരുത്തും, അതിനുശേഷം കുറേ കഴിയുമ്പോൾ ആരെയും കാണാറില്ല, ഹോസ്പിറ്റലിൽ തന്നെ ചിലപ്പോൾ അടച്ചു പൂട്ടിയായിരിക്കും. എങ്കിലും നമ്മുടെ മുൻപിലേക്ക് ഈ സമരം വയ്ക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഇത്രയും അധികം ചോദ്യങ്ങളും ചില യാഥാർത്ഥ്യങ്ങളും നമുക്ക് ചുമ്മാതെ ഒന്ന് ട്രാവൽ വ്ളോഗ് നടത്തുന്ന പോലെ സർക്കാർ ആശുപത്രി വഴി നടന്ന് ഒരു വ്ളോഗ് നടത്തിയാൽ മനസ്സിലാവും സർക്കാർ ആശുപത്രികളുടെ അവസ്ഥയും നമ്മുടെ ആരോഗ്യരംഗത്തിൻ്റെ വികസനവും. അപ്പോഴാണ് യഥാർത്ഥ നവകേരളം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും.